സ്നേഹമെന്നാൽ കൂട്ടിലടച്ച് സ്വന്തമാക്കലല്ല, മറിച്ച് പറന്നുയരാൻ വീണ്ടും ചിറകടിക്കാൻ സ്വാതന്ത്ര്യവും നൽകി കൂടെ നിൽക്കലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന, ആകാശത്തിൻ്റെ അനന്തതയിൽ പറന്നുയരുന്ന പക്ഷികൾക്ക് കയ്യിൽ ആഹാരവും മനസ്സിൽ കരുതലും തണലും നൽകുന്ന ഒരു സൗഹൃദം. സ്വന്തമാക്കലുകളേക്കാൾ മനോഹരമാണ് സ്വതന്ത്രമാക്കിക്കൊണ്ടുള്ള സ്നേഹം എന്ന് ലോകത്തിന് കാണിച്ചു തരുന്ന ആ വലിയ മനസ്സുള്ള മനുഷ്യൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം ഇന്നത്തെ ഭൂമികയിലൂടെ. കോവിഡ് കാലത്ത് പിന്നെ വരാന്തയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ഓലഞ്ഞാലക്കുരുവി പിന്നെ ഗിൽസിൻ്റെ മുകളിൽ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് കടല ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ അത് കടലയൊക്കെ കൊത്തിയിട്ട് പിന്നെ വീണ്ടും വരാൻ തുടങ്ങി. അപ്പം പിന്നെ അത് അടുത്തുള്ള ദിവസങ്ങൾ അതേ ടൈമിന് എല്ലാ ദിവസവും വരാൻ തുടങ്ങും. പിന്നെ അവിടെ നിന്ന് ഞാൻ മാറ്റിയിട്ട് പിന്നെ മുറ്റത്തിട്ട് കൊടുക്കുമ്പോൾ പിന്നെ കൂടുതൽ പിന്നെ ഓലഞ്ഞാലക്കുരുവി കൂടാതെ കാക്ക പിന്നെ കുറച്ച് ഈ കരിയിലക്കിളി അങ്ങനത്തെ ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് പിന്നെ കൂടുതൽ ഇതിന് ഭക്ഷണം ആവശ്യമാണെന്ന് കണ്ടെത്തിയപ്പോൾ മരത്തിൻ്റെ ചില്ലയിൽ ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രം, പിന്നെ ഇത് കൂടുതൽ ഇത് അംഗസംഖ്യ വർദ്ധിച്ചപ്പം പിന്നെ ഒന്ന് മൺപാത്രത്തിലേക്കൊന്ന് രീതികളിൽ മാറ്റി. അതിൽ പിന്നെ കുറച്ച് നേരത്തെ വെള്ളം വെക്കാറില്ലായിരുന്നു, ഭക്ഷണം അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. പിന്നെ ഭക്ഷണം കൂടി ആവശ്യമെന്ന നിലയിൽ പിന്നെ കുറച്ചും കൂടി അതിനെ വിപുലീകരിച്ചു. 2-3 സ്ഥലത്ത് മരച്ചില്ലുകളിൽ വധിച്ചു കൊടുക്കാൻ. ഏതൊക്കെ തരം പക്ഷികളാണ് ഇപ്പോൾ ഡെയിലി ഇവിടെ സന്ദർശകരായിട്ട് വരുന്നത്? പിന്നെ അണ്ണാറക്കണ്ണനുണ്ട്, കാക്കകളുണ്ട്, മൈനകൾ കൂട്ടത്തോട് വരും, പിന്നെ കരിയിലക്കിളി, ഓലഞ്ഞാലക്കുരുവി, പിന്നെ വുഡ്പെക്കർ അതായത് മരംകൊത്തി, പിന്നെ പ്രാവുകളി അടുത്തിടെ ഒരു കൂട്ടത്തോട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വണ്ണാത്തിപ്പുള്ളി, ബുൾബുള്, കുയിൽ, അങ്ങനെ നിരവധി പക്ഷികൾ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ സാന്നിധ്യമില്ലാത്ത പിന്നെ പാതിരാക്കൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം പിന്നെ ഈ ഉപ്പ് നട്ട് ഒരു ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷി, അത് കുറേ സമയം ആ മരത്തിൻ്റെ ചുവടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2-3 മാസം മുന്നേ. അവർ ടൈം ആകുമ്പോൾ തന്നെ അവരിങ്ങനെ വന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ 1-2 ദിവസമല്ല, ദിവസേന ഇത്തരത്തിൽ പക്ഷികൾക്ക് ആഹാരവും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഏത് രീതിയിലാണ് ദിനചര്യയുടെ ഒരു ക്രമീകരണം?
രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന് ഇതിനായിട്ടൊരു സമയം വേണം. അത് പിന്നെ ഒരു സ്ഥലത്തല്ല, 2-3 സ്ഥലത്തുണ്ട്. അപ്പോൾ അത് വീട്ടിലെ പിന്നെ കുറച്ച് ഭക്ഷണങ്ങളും പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ കടയുണ്ട്, അവിടുന്ന് ഗപ്പുവിൻ്റെ കെട്ടിടമായിട്ട് ഒരു സുഹൃത്തിൻ്റെ കട, അവരുടെ അടുത്ത് കുറച്ച് പലഹാരങ്ങൾ തരും എൻ്റെ പക്ഷിക്ക് കൊടുത്തു തരുന്നുണ്ട്. പിന്നെ സുഹൃത്തിൻ്റെ കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ കുറച്ച് അധികം പഴങ്ങളൊക്കെ ഡാമേജായൊക്കെ പിന്നെ തരുന്നുണ്ട്. സുഹൃത്ത് റയാനൊരു ഫൈസൽ എന്നൊക്കെ അവർ പിന്നെ കുറച്ച് പഴങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിങ്ങനെ എല്ലാവർക്കും ഒന്ന് വീതിച്ചു കൊടുക്കും. പിന്നെ അതിലേക്കാണ് രാവിലെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ചിലപ്പോൾ വീട്ടിലില്ലാത്ത സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എത്തരത്തിലാണ് ഇവരുടെ ആഹാരവും വെള്ളമൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക? വീട്ടിൽ അതിരാവിലെ പോകുന്ന ടൈമിൽ ഞാൻ പോകുന്നതിന് മുന്നേ ഉള്ളതെന്ന് ഇട്ട് കൊടുക്കും. പിന്നെ ഞാനില്ലെങ്കിൽ എൻ്റെ മകനുണ്ട്, പിന്നെ ആ ദൗത്യമാക്കി. ഇപ്പോൾ വീട്ടിലെ എല്ലാവരും ഈ ഒരു ഇതിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. മുളക്കെ ചിലപ്പോൾ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് അവിടെ ഇട്ടിട്ട് അങ്ങ് പോരും. ഇപ്പോൾ കടുത്ത വേനൽക്കാലത്തൊക്കെ നമ്മളെപ്പോലെ തന്നെ പക്ഷിമൃഗാദികൾക്കും ഇതുപോലെ വെള്ളവും ഭക്ഷണവും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പം അത്തരത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെപ്രകാരമാണ് അതിൻ്റെ നോക്കിക്കാണുന്നത്? സാറിൻ്റെ ഒരു ചിന്താഗതി എന്താണ് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്? പിന്നെ പെട്ടെന്ന് തന്നെ പ്രദേശങ്ങളൊക്കെ ഈ മഴ ഒന്നും ഇതെല്ലാം വറ്റി വരണം. പിന്നെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചില ഒരു മതിൽ എന്ന് പറയുക ഒരു കുറേ സ്ഥലത്ത് വെള്ളം വെക്കും, അതിൽ വലുതായിട്ട് അവിടെ ഒന്ന് വെച്ച് കൊടുക്കും. പിന്നെ ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്തൊക്കെ പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അടുക്കളേൻ്റെ പുറത്ത് ഭാഗത്ത് പിന്നെ കഴുകിയിട്ട് അതൊക്കെ അങ്ങ് മറിച്ച് ഇതൊക്കെയാണല്ലോ ഇത് കഴിക്കും. പിന്നെ നമ്മൾ കമ്പോസ്റ്റ് റിംഗ് കമ്പോസ്റ്റിലേക്ക് കണ്ടപ്പം ഈ നമ്മൾ ഭക്ഷണമൊന്നും പുറത്ത് കളയുന്നില്ലല്ലോ, അത് കമ്പോസ്റ്റിലേക്ക് ഭക്ഷണത്തോടുള്ള എന്തായാലും അവർ കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു ഉറപ്പാണ്. കാക്കകളൊക്കെ അങ്ങനെയാണ് ഓരോരു കൂട്ടത്തോടെ കാക്കകളൊക്കെ വരുന്നത്. നേരത്തെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ, അടുക്കള ഭാഗത്ത് ഏതെങ്കിലും ഒരു തെങ്ങിൻ ചോട്ടിലൊക്കെ അങ്ങ് കളയുമ്പോൾ അവിടെ വന്ന് ഭക്ഷണം അത് ഇല്ലല്ലോ.
ഈ ഒരു പക്ഷികളുമായിട്ടുള്ള ഈ ഒരു സൗഹൃദം ഈ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളോ പുതിയ ചിന്തകളോ അങ്ങനെ എന്തെങ്കിലും വരുത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടോ? അത് തരുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ അത് പിന്നെ രാവിലെ ഒന്ന് നോക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു വ്യത്യസ്തമായ പക്ഷികൾ കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടല്ലോ, അത് കഴിക്കുന്നതും പിന്നെ അതിൻ്റെ ഒരു തുള്ളിക്കളിയും പിന്നെ വേറെ പക്ഷികളൊന്നും അതിനെ ഓടിക്കുന്നതൊക്കെ ഒരു ഇരുന്ന് കാണാൻ ചില സമയത്ത് സമയം പോകുന്നത് അറിയില്ല. ഒരു പോസിറ്റീവ് എനർജി തരുന്നത്. അപ്പം നമ്മൾ പൊതുവിൽ കണ്ടുവരുന്നത് നമ്മൾ പക്ഷികളൊക്കെ വാങ്ങി കൂട്ടിലടച്ച് അങ്ങനെ പരിചരിക്കുന്ന ഒരു രീതിയാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ചുറ്റുപാടിൽ വിട്ടുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന പരിചരിക്കുന്ന ഒരു രീതിയാണ്. അപ്പം അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത്? അതായത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് സഞ്ചരിക്കാനുള്ള അതിനാവശ്യമായ ഭക്ഷണവും ഇവിടെ ഒരുക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ ഒരു ഉറപ്പുള്ള കാര്യം. എന്നാണ്ട് ആ സമയം ഇത്രയും ഇവിടെ തേടി വരേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ അതാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതിൻ്റെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള ഇതും കൂടി ഉണ്ടല്ലോ. ഞാനില്ലെങ്കിൽ എൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന ഇതിനാണ്. അതെ, മകനും ഒന്നിച്ചുണ്ട് അല്ലേ? ഇപ്പോൾ സാറില്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള ആഹാരം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മോനും കൂടിയാണ് സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരോട് ഇത്തരത്തിൽ നമ്മൾ പ്രകൃതിയോട് കാണിക്കേണ്ട ഒരു സ്നേഹത്തെ പറ്റി ഉത്തരവാദിത്തത്തെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളെ കുട്ടികളും കൂടി വളരണമെന്നാണ്. സഹജീവിയോട് സ്നേഹമുള്ളവരായിരിക്കണം, അത് മനുഷ്യനായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും. അപ്പോൾ ഞാനില്ലെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കും. പിന്നെ മോളും പറയും ഞാൻ പക്ഷിക്കുന്ന ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ അങ്ങനെയൊക്കെയാണ് അവരിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും വൈകുന്നേരം കാലത്ത് അതിൽ നിന്ന് കുറച്ച് പക്ഷികളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും. മോളായാലും ഇവനായാലും ഞാനില്ലെങ്കിൽ ഇവൻ ഏറ്റെടുക്കും. സഹജീവി സ്നേഹത്തിൻ്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള പാഠം നമ്മളിന്ന് കണ്ടു. ഇനി മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.